എന്ത് ഭീകര കാഴ്ചയാന്ന് നോക്കിക്കേ. ഇതാണ് കാടിൻ്റെ നിയമം കേട്ടോ. ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ തലയെടുപ്പല്ലേ. പുലിയെ കണ്ടിട്ട് ജീവനും കൊണ്ട് ഓടുന്ന ലങ്കുറ നോക്കിക്കേ. റോഡ് ക്രോസ് ചെയ്തു പോകുന്ന കപ്സ്. മ്ലാവിൻ്റെ ഏകദേശം പകുതിയോളം കഴിച്ചു കഴിഞ്ഞു. ആളെന്നിട്ട് റെസ്റ്റ് ചെയ്യാണ്. കില്ല് പൊന്നെ നോക്ക്. മൂടൽമഞ്ഞിൽ നിൽക്കുന്ന കാണാൻ എന്തു ഭംഗിയാണല്ലേ. എന്നാ വലിപ്പമല്ലേ. നമ്മളെ ഒരു നോട്ടം നോക്കി വെള്ളമൊക്കെ കുടിച്ച് ആന വീണ്ടും കാട്ടിലോട്ട് പോയേ. എന്താ രസമല്ലേ. ബാക്ക്ഗ്രൗണ്ട് നോക്ക്. ഒരു സാമ്പാടിയറിൻ്റെ കില്ലായിരുന്നു. പകുതിയോളം തിന്നു കഴിഞ്ഞു. നോക്ക്, മരത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ഒരാൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാജാജി നാഷണൽ പാർക്കിലാണുള്ളത്. രാജാജി നാഷണൽ പാർക്കിലെ സഫാരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബുക്ക് ചെയ്ത ടിക്കറ്റൊക്കെ കൗണ്ടറിൽ കാണിച്ചിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ജിപ്സികളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈവനിങ്ങിലെ സഫാരിയുടെ ടൈമിംഗ് വരുന്നത് 3 മണിക്കൂറാണ് കേട്ടോ. 3 മണി തൊട്ട് 6 മണി വരെയാണ് അതിൻ്റെ ടൈമിംഗ് വരുന്നത്. രാജാജി നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലുള്ള ഒരു പ്രധാന വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1983 സ്ഥാപിതമായ ഈ പാർക്ക് ഏകദേശം 820 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത് കേട്ടോ. ശിവാലിക് മലനിരകളുടെ അടിവാര പ്രദേശത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ വനമേഖല പ്രകൃതി സൗന്ദര്യത്താലും സമൃദ്ധമായ ജീവജാല വൈവിധ്യത്താലും പ്രശസ്തമാണ്. ഒരു കാലത്ത് രാജാജി നാഷണൽ പാർക്ക് പ്രധാനമായും ആനകൾക്കായിട്ടായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലെപ്പേർഡിൻ്റെ സൈറ്റിങ്ങിനായിട്ടാണ് ഫോട്ടോഗ്രാഫേഴ്സും വൈൽഡ് ലൈഫ് സ്നേഹികളൊക്കെ ഈ രാജാജി നാഷണൽ പാർക്ക് സെലക്ട് ചെയ്യുന്നത്. പാർക്കിൽ പ്രധാനമായിട്ട് 3 പ്രധാന സഫാരി സോണുകളാണുള്ളത്. മോഹൻ റേഞ്ച്, ചില്ല റേഞ്ച്, രാംഗംഗ റേഞ്ച്. ഇതിൽ ചില്ല റേഞ്ച് ഗംഗാനദിക്ക് സമീപമുള്ളതിനാൽ കൂടുതൽ സുന്ദരമായ കാഴ്ചകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആനകളെയും ലെപ്പേഡൊക്കെ കാണാൻ കൂടുതൽ ചാൻസ് ഈ റേഞ്ചിലാണ് കേട്ടോ. രാവിലെയും വൈകിട്ടുമായി നടത്തുന്ന സഫാരികൾ 3 മണിക്കൂർ വെച്ചിട്ടാണ് ഉള്ളത്. മുന്നിലുള്ള ജിപ്സിക്കാരെ ക്യാമറയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയപ്പോൾ ഇതാ ഗ്രേറ്റ് ഹോൺബില്ലിനെയാണ് കിട്ടിയത്. വലിയ മഞ്ഞ നിറത്തിലുള്ള കൊക്കും അതിൻ്റെ മുകളിൽ കാണുന്ന കാസ്ക് എന്ന പ്രത്യേക ഘടനയും ഈ പക്ഷിയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. കറുപ്പ് വെളുപ്പ് നിറങ്ങളോടൊപ്പം മഞ്ഞ നിറമുള്ള തലയും കഴുത്തും ഇവിടെ ആ സൗന്ദര്യം ഉണ്ടല്ലോ വർദ്ധിപ്പിക്കുന്നുണ്ട്. മോണിറ്റർ ലിസാർഡിൻ്റെ ഈ കളറാണ് നിലത്തും അതുപോലെ മരത്തിൻ്റെ മേലെയൊക്കെ ഇവർക്ക് ഒളിഞ്ഞിരിക്കാനായിട്ട് സഹായിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് പെട്ടെന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതേ അടുത്ത സൈറ്റിങ് കിട്ടിയിരിക്കുകയാണ്. ഒരു ലെപ്പേഡ് മരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്ന ഒരു അടിപൊളി ഒരു കാഴ്ചയാണ് കിട്ടിയത് കേട്ടോ. ആളുടെ ഉറക്കം പോയെന്ന് തോന്നുന്നു. വണ്ടികളുടെ ഒച്ചയൊക്കെ കേട്ട് വണ്ടികൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് നോക്കി. ഏതായാലും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഒരു ഫോട്ടോ എടുത്തോ എന്നുള്ള രീതിയിലാണെന്നുള്ളത് തോന്നുന്നു. നോക്ക്, നല്ലൊരു ഫ്രെയിം തന്നെയായിരുന്നേ. മരത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ പുലിയെ കിടക്കുന്ന ആ ഒരു രംഗം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറാണ്. രാജാജി നാഷണൽ പാർക്കിൽ ഇങ്ങനെയാണ് കേട്ടോ. ലെപ്പേഡിനെ ഇതുപോലെ മരത്തിൻ്റെ മുകളിലും ക്രോസ് ചെയ്യുന്നതും അതുപോലെ വെള്ളം കുടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഫ്രെയിമുകൾ കിട്ടും. ഇത് ഇവിടുത്തെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ലെപ്പേഡാണേ. ഇതിൻ്റെ പേര് ലൈല എന്നാണേ. ഒരുപാട് നേരം നമുക്ക് സൈറ്റിംഗ് കിട്ടിയതിന് ശേഷം ലെപ്പേഡ് മരത്തിൻ്റെ നിന്ന് താഴോട്ട് ഇറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതാ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരാളാണ് ഹീര എന്ന് പറഞ്ഞ മെയിൽ ലെപ്പേഡ് കേട്ടോ. ആളിതാ കുറച്ച് കാടിൻ്റെ ഉള്ളിലായിട്ടാണ് ഒരു സിമെൻറ്റും കൊണ്ട് വെച്ച ഒരു ടാങ്കിൻ്റെ അടിയിലായിട്ട് വിശ്രമിക്കുന്ന ഒരു രംഗമാണ് കാണാനായിട്ട് പറ്റിയത്. കുറച്ച് ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽസ് അത്ര ക്ലിയർ ആകുന്നില്ലായിരുന്നു. വിഷ്വൽസ് അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ടും ലെപ്പേഡ് അവിടെ നിന്ന് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ടുണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. ഈവനിങ് സഫാരിയുടെ ടൈമും ഏകദേശം കഴിയാനായിട്ടുണ്ട്. 3 മണിക്കൂർ. നമുക്ക് 2 ലെപ്പേഡിനെ കിട്ടി. അതുപോലെ കാട്ടിലെ നല്ല കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ റൂമിൽ ചെന്ന് കിടന്നുറങ്ങി മോർണിംഗിൽ സഫാരിക്കായിട്ട് വരണം. രാത്രിയിൽ നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ സഫാരിക്ക് വന്നിട്ടാണുള്ളത്. ഫുള്ള് കോടമഞ്ഞാണ്. ചുറ്റിനും കാണുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ വെയിലാകുന്നിടം വരെ. എന്താണേലും നോക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു വാട്ടർ ബോഡീസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇതാ ഒരു അടിപൊളി ഒരു കൊമ്പനെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇത്ര ഒത്ത ഒരു കൊമ്പനെ കാണാൻ പറ്റിയെന്നുള്ളതൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല തലയെടുപ്പുള്ള ഒരു അടിപൊളി ഒരു കൊമ്പൻ. നോക്ക്, ആ ഒരു ഫ്രെയിമും മഞ്ഞും എല്ലാം കൂടെ കൂടിയിട്ടുണ്ടല്ലോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. രാജാജി നാഷണൽ പാർക്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൊമ്പനാന എന്ന് വേണമെങ്കിൽ പറയാം ഇവന്. എന്താ ഭംഗിയല്ലേ. സൂക്ഷിച്ച് നോക്കിയാൽ ആ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആനയുടെ ആ നിഴലും കൂടെയായി. നോക്ക്, ആളെന്താണെങ്കിലും തണുപ്പ് കൂട്ടി രാവിലെ തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ കാടിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു വണ്ടികളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ടാണ് ആന പെട്ടെന്ന് വെള്ളം കൂടി നിർത്തിയിട്ട് ആ കാടിനുള്ളിലോട്ട് പോയെന്ന് തോന്നുന്നു. ആൾ ഇച്ചിരി നാണക്കാരനാണെന്ന് തോന്നുന്നു. നല്ല അലാം കോളുണ്ടേ. നോക്ക്,
സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇതാ ആ മൂടൽമഞ്ഞിൻ്റെ ഇടയ്ക്ക് കൂടി ഉണ്ടല്ലോ ഒരു പുലി ഇതാ നടന്നു പോകുന്നു. പുലിയല്ല, പുള്ളിപ്പുലി. വീണ്ടും ഇതാ നമുക്ക് മോർണിംഗിൽ തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്ത ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ഫീമെയിൽ ലെപ്പേഡിനെയാണ് കിട്ടിയത്. അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും മൂടൽമഞ്ഞ് കാരണം ഉണ്ടല്ലോ നമുക്ക് ക്ലിയർ ആകുന്നില്ല. ആള് നല്ല പോസൊക്കെ ആയിരുന്നു. നമുക്ക് ഇതുപോലെ നടന്ന് അവിടെ പോയി ഇരുന്ന് നമ്മളെയൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ക്ലിയർ ഇല്ലായിരുന്നു. അങ്ങനെ ഇതാ സൂര്യനെയൊക്കെ ഉദിച്ച് വെട്ടമൊക്കെ വന്ന് തുടങ്ങി കാടിൻ്റെ ഉള്ളിലോട്ട്. എന്നെ രസമാണെന്ന് നോക്കി കാണാനായിട്ട്. ഒരു സാമ്പാടിയർ ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല അലാം കോൾ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതാ ഒരു ലെപ്പേഡും 2 കപ്സിൻ്റെയും ക്രോസിംഗ് ആണ് കിട്ടിയത്. അമ്മ പുലി ഉണ്ടല്ലോ തൊട്ട് മുന്നിൽ കൂടെ പോയി, ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വന്നപ്പോൾ തന്നെ ആൾ ക്രോസ് ചെയ്ത് പോയി. എന്താണെങ്കിലും 2 കപ്സിനെ നമുക്കിതാ ഇതുപോലത്തെ ജസ്റ്റ് ഒരു ക്രോസിങ് കിട്ടി. നല്ല ക്യൂട്ടായിട്ടുള്ള 2 കപ്സിനെ ഏതായാലും കാണാനായിട്ട് പറ്റി. ഇത് രണ്ടുപേരും മരത്തിൻ്റെ മുകളിലുണ്ട്. സൂക്ഷിച്ച് നോക്കിയാലായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. രണ്ടുപേരും നല്ല കുസൃതിയാണ്. ഒരു കുഞ്ഞു പുലി ഉണ്ടല്ലോ താഴോട്ട് പോകുന്നൊക്കെ ദൃശ്യമൊക്കെ കാണാനായിട്ട് പറ്റി. നോക്ക്, വണ്ടിയുടെ തൊട്ടടുത്തായിരുന്നേ ബ്രൗൺ റോക്ക് ചാറ്റ്. ഈ പക്ഷിയുടെ കൂടെ എന്തോ അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അതാ തൊട്ടടുത്തൊന്നും പോകാറുണ്ട് ഇവിടെ നിന്ന് ഒച്ചയിടുന്നത്. ലങ്കൂറെല്ലാം മരത്തിൻ്റെ മുകളിലാണ്. താഴെ നിന്ന് നല്ല അലാം കോളുണ്ട്. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഒരാൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതായിരുന്നേ. അലാം കോളിൻ്റെ ഒച്ച കേട്ടിട്ട് പേടിച്ചോടുന്ന രംഗം നോക്ക്. തൊട്ടടുത്ത് തന്നെ ലെപ്പേഡിന് മൂവ്മെൻ്റ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അലാം കോളും ഇതുപോലെ പഗ്മാർക്കെല്ലാം നമുക്ക് വഴി സൈഡിൽ കാണാനായിട്ട് പറ്റി. പഗ്മാർക്ക് കണ്ടിട്ട് ആ വണ്ടി നോക്ക് തിരിച്ചു വരുന്നേ. കാരണം ഫ്രഷ് പഗ്മാർക്കാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എവിടെയോ ആളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലുണ്ടല്ലോ കിടക്കുന്ന നോക്ക്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ച് നേരം അവിടെ കിടന്നതിന് ശേഷം നമ്മുടെ വണ്ടി അവിടെ വന്നെന്ന് തോന്നിയപ്പോൾ ഇതാ ആള് കാടിൻ്റെ ഉള്ളിലോട്ട് പോയി. ഇവിടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലുണ്ടല്ലോ രാവിലെ നല്ല കോടയായിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലത്തെ സഫാരിയിൽ ഒരു 8 മണിയൊക്കെ ആയാലേ ശരിക്കും ലൈറ്റ് വരുള്ളൂ. സമയത്തുണ്ടല്ലോ ഇതുപോലത്തെ ആ ഒരു പൂക്കളുണ്ട്. നമുക്കൊരു നീല കളറുള്ള പൂക്കളുണ്ടല്ലോ, അതിൻ്റെ ഇടയിലേ നമുക്ക് ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ബ്ലൂ ബുള്ള് നീൽഗായുടെ ഒരു ഫീമെയിലാണ്. ആളെന്തോ ഒച്ച കേട്ടിട്ട് സൂക്ഷിച്ച് നോക്കുകയാണ്. വണ്ടിയുടെ ഒച്ച കേട്ടിട്ട് ഓടുന്ന പുള്ളിമാന്. ഇവിടെ പുള്ളിമാനും നീൽഗായും അതുപോലെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും നമുക്ക് കാണാനായിട്ട് പറ്റുമേ. ആൾ നോക്ക് രാവിലെ തന്നെ തവളയെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആൾക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. തവളയും പൊക്കിപ്പിടിച്ചുകൊണ്ട് പറക്കുന്നത് നോക്ക്. അങ്ങനെ ഇതാ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. ഉറപ്പായിട്ടും ലെപ്പേഡ് തന്നെ ആയിരിക്കും. ഇതാൾ നമുക്ക് നോക്കാം. ലെപ്പേഡിൻ്റെ കില്ലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും വണ്ടികളുള്ള ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെ അടുത്ത് ലെപ്പേഡിൻ്റെ കില്ല്. എൻ്റെ പൊന്നെ, ഇങ്ങനെയൊരു കാഴ്ച എൻ്റെ സഫാരിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു ഭീകര കാഴ്ച എന്ന് പറയും. കരളലിയിപ്പിക്കുന്ന കാഴ്ച. അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും നമുക്കിതിന് കമൻ്റ് ഇടാം. ഇത് നമ്മൾ കണ്ടിട്ടേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കാടിൻ്റെ നിയമമാണ്. ഒന്നിനോട് ബന്ധപ്പെട്ടാണ് കാട് കിടക്കുന്നത്. ഓരോ ജീവിയും ജീവിക്കുന്നത് മറ്റുള്ള ജീവികളെയും അതുപോലെ സസ്യജാലങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. ഇതൊരു മെയിൽ ലെപ്പേഡാണ്. നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു ആ കാടിൻ്റെ ഉള്ളിൽ ടാങ്കിൻ്റെ ആ മറവിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹീര എന്ന് പറയുന്ന ആ ഒരു മെയിൽ ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് ആണ് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത്. ഇന്നലത്തെ വിഷ്വൽസ് ക്ലിയർ അല്ലെങ്കിൽ ഇന്നത്തെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു റെയർ സൈറ്റിംഗ് തന്നെയാണ് എന്താണല്ലോ ഹീര എന്ന് പറഞ്ഞ മെയിൽ ലെപ്പേഡ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. രാവിലത്തെ ഉണ്ടല്ലോ 3-4 വാഹനങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു അമ്മ ലെപ്പേഡ് ഉണ്ടായിരുന്നു. നമ്മൾ മരത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ആ ലെപ്പേഡിലായിരുന്നു. ആ ലെപ്പേഡ് ആദ്യം കഴിച്ചതിന് ശേഷമാണ് ഈ ഹീര എന്ന് പറയുന്ന ഈ ലെപ്പേഡ് ഇവിടെ വന്ന് കഴിച്ചത്. എന്താണേലും നല്ല ഒരു കിടിലനൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വൈൽഡ് ലൈഫിനെ സ്നേഹിക്കുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ് സമ്മാനിച്ചത് രാജാജി നാഷണൽ പാർക്ക്. തിന്നുന്ന നോക്ക്, അതിൻ്റെ കുടലെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി 1-2 ലെപ്പേഡ് വന്ന് രാത്രിയിൽ കഴിച്ചതാണ് കേട്ടോ ഇത്. അതിന് ശേഷമാണ് ഈ ഹീര വന്ന് ഇപ്പം കഴിക്കുന്നത്. സാമ്പാടിയർ ലെപ്പേഡിനെ വെച്ച് നോക്കുമ്പോൾ എന്തു വലുതാണല്ലേ. എന്നാൽ ഇത് സാമ്പാടിയറിനെ കൊന്നിട്ട് കഴിക്കുന്ന ആ രംഗം നോക്ക്. മറ്റുള്ള കാടുകളിലെ പോലെ ലെപ്പേഡിനെ പേടിക്കാനായിട്ട് ടൈഗറോ വൈൽഡ് ഡോഗ്സ് അങ്ങനത്തെ ഒന്നും തന്നെ ഇവിടെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇവർ ഈ ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് തന്നെ തിന്നുന്നത്. അല്ലാണ്ട് മറ്റുള്ള കാടുകളിൽ വല്ലതും ആണെങ്കിൽ ലെപ്പേഡ് അന്നേരം തന്നെ മരത്തിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടായിരിക്കും തിന്നുക. ഇതേ വാഹനങ്ങളുടെ ഇത്ര അടുത്താണ് കേട്ടോ കാഴ്ച. ഓരോ എല്ലും കടിച്ച് പറിച്ച് തിന്നതിന് ശേഷം നോക്ക്
വണ്ടികൾ വന്നുകൊണ്ട് ആൾ നോക്ക് കഴുത്തിൽ പിടിച്ച് വലിച്ച് സൈഡിലോട്ട് ഇടാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ അവനെ കൊണ്ട് താങ്ങുന്നതിലും ഭാരമായതിനാൽ ഉപേക്ഷിച്ചു. എന്താ കാഴ്ച നോക്ക്, എൻ്റെ പൊന്നെ. ആള് നോക്ക് നമ്മളെ. ആൾക്കൊരു കൂസലൊന്നും ഇല്ല കേട്ടോ, വണ്ടികളൊക്കെ ഇത്ര അടുത്ത് കിടന്നിട്ടും. കുറച്ച് സമയമായി ലെപ്പേഡിൻ്റെ മൂവ്മെൻറ്റ്സും ആ തിന്നുന്ന കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാണു കേട്ടോ. ഒരാളിതാ ഇവിടെ നിന്ന് കഴിക്കുന്നു. ഇതിൻ്റെ നേരെ മറുവശത്തായിട്ടുണ്ടല്ലോ ഒരു മലയുടെ മുകളിൽ ഒരു ഫീമെയിൽ ലെപ്പേഡാണ് അവിടെ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്നേ. എനിക്ക് തോന്നുന്നത് ഈ ഹീര എന്ന് പറഞ്ഞ ഈ മെയിൽ ലെപ്പേഡ് അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആൾ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു കഴിക്കാനായിട്ട്. രാവിലെ ഇതുപോലെ തന്നെ ഈ ഹീര എന്ന് പറയുന്നതിൻ്റെ അമ്മ ലെപ്പേഡായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഹീര വന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഫീമെയിൽ ലെപ്പേഡ് ഹീര കഴിച്ചതിന് ശേഷം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ വലിയ ഇരകളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 2ഉം 3ഉം ലെപ്പേഡുകളൊക്കെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ച് തീർക്കുന്നത്. എന്താ നോട്ടം അല്ലേ. ഇതുപോലെ ഇങ്ങനെ അടുത്തായിരുന്നേ, ആളുകളുടെ ഇത്രയും അടുത്തായിരുന്നു നമുക്ക് കിട്ടിയ ആ വിഷ്വൽസ്. ആളുടെ എന്താണ് വയറ് നിറഞ്ഞു തോന്നുന്നു. തീറ്റ ഏതായാലും നിർത്തിയിട്ടുണ്ട്. ബോഡിയിൽ പറ്റിയ രക്തവും എല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്, നക്കി വൃത്തിയാക്കുകയാണ് ആൾ. കുറച്ച് മുന്നോട്ട് നീങ്ങി റെസ്റ്റ് ചെയ്തിട്ട് ആൾ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കയറിയേ. നമ്മൾ വിചാരിച്ചു ആളവിടുന്ന് കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കുമെന്ന്. എന്താണേലും ആളിത് അവിടെ വീണ്ടും കിടന്നിരിക്കുകയാണ്. നല്ല ഒരു ഫ്രെയിം വീണ്ടും തന്നിരിക്കുകയാണ്. ആ ചെറിയ പൂക്കളുടെയും പച്ച ഇലകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്. രാജാജി നാഷണൽ പാർക്കിൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സാണ് ഇതുപോലെ ലെപ്പേഡിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വരുന്നത്. എല്ലാ സഫാരിയിൽ തന്നെ മിക്കവാറും ഇങ്ങനെയുള്ള അടിപൊളി കാഴ്ചകൾ കിട്ടാറുണ്ട്. കില്ലൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലത്തെ വിഷ്വൽസൊക്കെ കിട്ടാറുണ്ട്. ലെപ്പേഡിനെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പം സൈസ് ചെറുതായിട്ടായിരിക്കും തോന്നുന്നത്. ഇത്ര അടുത്ത് കണ്ടപ്പോഴാണ് ശരിക്കും ലെപ്പേഡിൻ്റെ ആ സൈസ് മനസ്സിലാക്കാനായിട്ട് പറ്റിയ. നോക്ക് എന്താണല്ലേ, വാവ്. കുറച്ച് അകലെയായിട്ട് മാറിക്കിടന്ന് റെസ്റ്റ് ചെയ്ത് ഇരയെ നോക്കി കിടക്കുകയാണ്. വാവ്, എന്താ രസമല്ലേ കാണാൻ. നോക്ക്, ആൾക്ക് ഇരയെ വിട്ടിട്ട് പോകാനും വയ്യ. നമ്മളിതാ ജിപ്സിയിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് കാക്കകളുണ്ട്. കുറച്ചപ്പുറമായിട്ട് ആ ഫീമെയിൽ ലെപ്പേഡും ഉണ്ട്. ആളതുകൊണ്ട് കിടക്കുകയും ഇരിക്കുകയും കുറച്ച് സമയം നിൽക്കുകയൊക്കെ ചെയ്യാണ്. വെള്ളം കുടിക്കാനാന്ന് പോകാനും പറ്റത്തില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. രാജാജിയിലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വരികയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു പൂക്കളുണ്ടല്ലോ, നീല പൂക്കൾ, അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പുലിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഫോട്ടോഗ്രാഫിക്ക്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫീമെയിൽ ലെപ്പേഡിലെ കുറച്ചുകൂടെ മുകളിലാണ്, ഏറ്റവും ടോപ്പിൽ കയറിയതാ, തല മാത്രം നമുക്ക് കാണാം. ആൾക്ക് ഇരയിട്ട് പോകാനും വയ്യ. അത് അവിടെ കുറച്ചു നേരം കിടന്നു. കാക്കകളാണെങ്കിലും ആ മരത്തിൻ്റെ മുകളിൽ വന്ന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാക്കകളുടെ. ഒരു കാക്ക പറന്നപ്പോഴത്തേനും നോക്ക്, പുലി അവിടെ നിന്ന് എണീറ്റിട്ട് ദേഷ്യപ്പെടുന്നു. നോക്ക്, വാവ്. കാക്കകൾക്കും പേടിയാണ് കേട്ടോ. ഒരൊറ്റ കാക്ക പോലും ആ ഒരു അടുത്ത് വന്നിട്ട് പ്ലാവിൻ്റെ പുറത്ത് വന്ന് ഇരുന്നില്ലെന്നുള്ളതാണ്. കുറേ ദൂരെ വിട്ട് തന്നെയാണ് ഈ കരയുന്നത്.
അങ്ങനെ കുറേ സമയത്തിന് ശേഷം ലെപ്പേഡ് ഇതാ കാടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് റെസ്റ്റ് ചെയ്തു. നമ്മുടെ സഫാരിയുടെ ടൈമും ഏകദേശം കഴിയാനായിട്ടുണ്ട്. രാജാജി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിനടുത്താണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വരുവാണെങ്കിൽ നിയറസ്റ്റ് എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും വരുന്നത് ഡെറാഡൂണാണ്. ഡൽഹി വന്നാലും അവിടെ നിന്ന് ട്രെയിൻ മാർഗവും അല്ലെങ്കിൽ ബൈ റോഡ് മാർഗവും ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. സഫാരിക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസമായിരിക്കും കേട്ടോ സൈറ്റിങ്ങിന് കൂടുതൽ ചാൻസ്. എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലെപ്പേഡിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തവണയെങ്കിലും വരണേ. രാജാജി നാഷണൽ പാർക്കിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സഫാരി ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞാൻ സഫാരി ബുക്ക് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറുടെ നമ്പർ ത്രൂ ആണ്. അപ്പോൾ ആ ഡ്രൈവറിൻ്റെ നമ്പർ ഞാൻ തരുന്നതായിരിക്കും. റൂമും ബുക്ക് ചെയ്തത് ആ ചേട്ടൻ തന്നെയായിരുന്നു. അപ്പം ആ ഡ്രൈവറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.